DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. നല്ലൊരു ചിക്കുകളെ പോലും കാണുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ പിള്ളേരുടെ ബഹളമാ. ആ പൂജ എങ്കിൽ പൂജ. അയ്യോ വേണ്ട, ഒന്നാതെ നമുക്ക് 500 കൊടുക്കാണ്ട്. വേണ്ട പിന്നെ അതേ ഓർമ്മ വരുന്നത് കിണ്ണ ഒരു സാധനം കിടക്ക്. ഇതിപ്പോ ദൈവമേ ഐഫോൺ പ്രതീക്ഷിച്ചു അപ്പൊ ധാരണ വന്നേക്കുന്ന മാട്ടല്ല ഐഫോൺ. അല്ല ചേച്ചി ദൂരത്ത് ഇങ്ങനെ വന്നില്ലേ, സിനിമാ നടി വരുന്നാണൊക്കെ ഇരിക്കുന്നെന്ന്. പെണ്ണുപിള്ള ഫോട്ടോ എടുപ്പല്ല, ഫോട്ടോ എടുപ്പ്. ഞാൻ ഇവിടെ നിൽക്കുന്നു, സുന്ദരികളായ പെൺകുട്ടികൾ വരുമ്പോ ഞാൻ ഓർത്ത് പറഞ്ഞു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു എടുത്തു കൊടുക്കുന്നു. നൈസിന് ഇൻസ്റ്റ ഐഡി മേടിക്കുന്നു. അപ്പൊ പഴയ പണി തന്നെ വാങ്ങിനോട്ടം. നീ നാട്ടുകാരെ ഇവിടെ തീരുവല്ലോടാ. ഈ നശിച്ച താക്ക് കൊണ്ട് പോയിട്ട് എവിടെ പോയിട്ട് വരുന്നത്? ഞാൻ ആശുപത്രി പോയതാടാ, ചേട്ടനോട് അഡ്മിറ്റാ. ഗോപൻ ചേട്ടൻ എന്തോറ്റി? കള്ളുകുടി സിഗരറ്റ് വലി പിന്നെ ഫുൾ ടൈം പബ്ബിലി. ഇതൊന്നും പറയാണ്ട് പാതിരാത്രി 12 മണിയാവും വീട്ടിൽ കയറി വരുമ്പോ. ഇങ്ങനെ വെള്ളം ഒടിച്ച് രാത്രി 12 മണിക്ക് കയറി വരലെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാ എന്നോട് വെള്ളം വരല്ലേ. എനിക്ക് ദേഷ്യം വരില്ലേ, തലമുട്ടക്കോട് ഒറ്റ അടിയായിരുന്നു. 16 സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ ചാരായം കുച്ചിട്ട് കയറി വരുന്നത് നിങ്ങളാണല്ലേ? ഇങ്ങനെ വെള്ളം അടിക്കല്. എനിക്ക് എന്റെ അച്ഛൻ ഇല്ലാതായത് ഇങ്ങനെ വെള്ളമോടി കാരണോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു പശു ഉണ്ട്, പാല് കൂടുതൽ തരുമെന്ന് പറഞ്ഞ് കറവക്കാരൻ മദ്യം ഒഴിച്ചു കൊടുത്തു. അടിച്ചു പൂസായ പശു 2 കാല് നേരെ വീട്ടിൽ കയറി വന്നു. അത് മനുഷ്യന്മാര്, പശു ആവുമ്പോ 2 കാല് നേരെ കയറി വന്ന് കട്ടിലി കിടക്കുന്ന അച്ഛന്റെ നെഞ്ചത്ത് കാല് ചവിട്ടിട്ട് പറയുവാ, എന്റെ പാല് വിറ്റല്ലടാ നീ വീടൊക്കെ ഉണ്ടാക്കിയത്, അതുകൊണ്ട് സ്വത്തിന്റെ പാതി കൊടുക്കേ. ചേച്ചി മിണ്ടാത്ത പലവന്മാരും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ മിണ്ടും. സ്വത്തിന്റെ പാതി അച്ഛൻ കൊടുക്കൂലെന്ന് പറഞ്ഞു. പശു ഒറ്റ ചവിട്ട് അച്ഛന്റെ വായിൽ. പിറ്റേ ദിവസം നമ്മള് പശുവിന്റെ കുളമ്പിൽ കൊണ്ടുപോയി വായിക്കിരിട്ട്. അച്ഛന്റെ വായിലല്ലേ വായിക്കിരിട? പശു ചവിട്ടിന്ന് പറഞ്ഞില്ലേ, അച്ഛന്റെ വാ പശുവിന്റെ കുളമ്പി ഇരിക്കുവായിരുന്നു. നീ ഇങ്ങനെ ലോജിക്കില്ലാത്ത കഥയും പറഞ്ഞ് നാട്ടാരെയും പറ്റിച്ച് നടന്നോ? എടാ ഒരു കല്യാണമൊക്കെ കഴിച്ച് എവിടെങ്കിലും പോയി ജീവിക്കാൻ നോക്ക്. ചേച്ചി ഞാൻ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയതാ, ചെന്നപ്പോ ഹണി ട്രാപ്പിൽ പെട്ടുപോയി. അത്ര വൃത്തിയുടെ ഫാമിലി ആയിരുന്നോ? അതല്ല, ചെന്നപ്പോ തേനീച്ചകളെല്ലാം വളഞ്ഞിട്ട് കുത്തി ഹണി ട്രാപ്പ്. എടാ എന്നാ പിന്നെ പിറ്റേ ദിവസം വേറെ പെണ്ണെ കാണാൻ പോണ്ടേ? വേറെ പെണ്ണെ കാണാൻ വേണ്ടി പിറ്റേന്ന് പോയി. അപ്പൊ അവള് പറയുവാ ഹാൻസ് വെക്കുന്ന പയ്യനെ വേണ്ടാന്ന്. അയ്യോ നീ ഹാൻസ് വെക്കോ? ഞാൻ തേനീച്ച കുത്തിന്ന് പറഞ്ഞില്ലേ, ഫിഗർ മാറിപ്പോയി. പിറ്റേന്നായപ്പോ ചുണ്ടൊക്കെ എടാ എന്നാ വീട്ടുകാരോട് പറഞ്ഞിട്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ നോക്ക്. ചേച്ചി വീട്ടുകാർ പറയണ എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന്. ആര് പറഞ്ഞു നിനക്ക് ഉത്തരവാദിത്തമില്ലെന്ന്? ഈ നാട്ടിലെടുക്കണ സകല വൃത്തിയായിട്ട് ഉത്തരവാദിത്തം നിനക്കാണല്ലോ, പിന്നെന്താ അവരെ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെയൊക്കെ എറണംകെട്ട വർത്തമാനം കാരണം വല്ല കാട്ടിലും വൈൽഡ് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. കാട്ടിപ്പോരുത് വന്യമൃഗങ്ങളെടുത്ത് വിഴുങ്ങൂടാ. വന്യമൃഗം പിടിക്കൂല സുഹൃത്തെ. എനിക്ക് ജോത്സ്യം ജപിച്ചു തന്ന ചരടുണ്ട്. ചവച്ചു തന്നല്ല, ജപിച്ചു തന്ന ചരടുണ്ട്. ഏതെങ്കിലും വന്യമൃഗം വരുമ്പം ഇത് ഉമ്മ വെച്ചാ മതി എന്ന് പറഞ്ഞ്. ഇതുപോലെ പുളുവല്ലേ സത്യം. ഇതുപോലെ ഞാൻ നോക്കിയപ്പോ 2 പുലികൾ കാട്ടി എന്റെ നേരെ വരുന്നു. ഞാൻ ഏലസി ഉമ്മ വെക്കാൻ വേണ്ടി കുനിഞ്ഞതും ഈ 2 പുലികൾ ഓട്ടം. അതിലൊരു പുലി മറ്റേ പുലിയുടെ അടുത്തൊരു ഡയലോഗും. സ്വന്തമായിട്ട് ഇങ്ങനെ തുടകടിച്ച് തിന്നണമെങ്കിൽ അവൻ നമ്മളെയും കാട്ടി വലിയ ക്രിമിനലാന്ന് പറഞ്ഞോണ്ടാ ഓടിയത്. കണ്ണ് പൊട്ടിയാൽ എന്റെ അപ്പൂപ്പന്റെ കണക്ക് കണ്ണാവൂലല്ലോ. ഞാൻ മറ്റേ വെളുത്തിട്ട് പാറാന്ന് പറഞ്ഞ ക്രീം കൊണ്ട് വെച്ചിരുന്നു. അപ്പൂപ്പൻ വിചാരിച്ച് മറ്റേ തിമിരത്തിന് ഒഴിക്കുന്ന ഓയിൽമെന്റ് എന്ന് പറഞ്ഞ് കണ്ണി തേച്ചിട്ടേ ഈ കറുത്ത കൃഷ്ണമണി ഉൾപ്പെടെ വെള്ളയായി പോയി. എന്നിട്ട് മിമിക്രിക്കാർ അപ്പൂപ്പന് വേണ്ടി പിടിവലിയാ. മറ്റേ സമിതിയിൽ ദിഗംബരന്റെ ഫിഗർ ചെയ്യാൻ വേണ്ടി തിരനുരയും. ഇല്ല ഇപ്പൊ പറക്കൽ. ഞാൻ പറഞ്ഞില്ലേ മിമിക്രിക്കാരെല്ലാം കൂടി വലിച്ചെന്ന്. അപ്പൂപ്പന് വലി കൂടിയിട്ട് നേരെ ആശുപത്രി കൊണ്ടുവന്നപ്പോ സിലിണ്ടർ മാറിപ്പോയി. ഓക്സിജൻ വരാ ഹൈഡ്രജൻ എടുത്തു കൊടുത്ത് അപ്പൂപ്പൻ വാർഡ് മുഴുവൻ പറന്നു നടക്കണം. ഒരാത്തിന് നേഴ്സുമാരെ ഒരു പേര് വിട്ടു, വവ്വാലെന്ന്. പിന്നെ വാർഡ് മുഴുവൻ പറന്ന് നടന്ന് പെടുക്കുന്നവനെ ചിരഞ്ജീവി എന്ന് വിളിക്കുവോ? നിന്റെ ഈ പുളു കേൾക്കാൻ എനിക്ക് നേരമില്ല, ഞാൻ പോവാ. ചേച്ചി അതല്ലെന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നു. ഈ പാട്ട ക്യാമറയില് മാട്ട ക്യാമറ. ഇതിന്റെ മഹത്വം ചേച്ചിക്ക് അറിയാമോ? ഈ സ്വിച്ച് ഉണ്ടോ, ഇതിൽ പിടിച്ച് ഞെക്കിയ ഉമ്മ കിട്ടും. ഞെക്കി നോക്കിയാണ് കണ്ടാ, ഞാൻ പറഞ്ഞില്ല ഇത് കിട്ടുമെന്ന്. മനസ്സിലായി എനിക്ക് ട്രിക്ക്. നീ ഒന്ന് തടി വീഴുന്നതാണ്. അതല്ലേ ഒരു ഫോട്ടോ എടുക്കാം എനിക്ക് താല്പര്യമില്ല. ചേച്ചി നോക്ക്, കമന്റ് ബോക്സ് നോക്കേ. വസ്ത്രധാരണം വ്യക്തി സ്വാതന്ത്ര്യം. ഈ ആമ്പിള്ളേരുടെ മനസ്സ് മാറിപ്പോയി. അവന്റെ മനസ്സ് മാറിയല്ല, ഇവ ഇങ്ങനെ പറഞ്ഞു കയറ്റിയാലേ നാളെ തുണി കുറച്ച് വേറെ ഫോട്ടോ അവന്മാർ ഇടും. അതുകൊണ്ട് ഇട്ടതാ. ഇതേണ്ട ഒരു കൊച്ചു സ്കൂളിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് 10 ലൈക്ക്, അവള് പൂളി കിടക്കുന്ന ഫോട്ടോയ്ക്ക് ഉണ്ട് 10 ലക്ഷം ലൈക്ക്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ചേച്ചി ഒരു ഫോട്ടോ എടുക്കട്ടെ ചേച്ചി. എടാ ഞാനൊരു കുടുംബത്തെ പറഞ്ഞ കുലസ്ത്രീയാണ്. ഞാൻ ഇങ്ങനെ പബ്ലിക് പ്ലേസിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. അത് മാത്രമല്ല അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടില്ലേ, എനിക്കത് അറിയൂല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പോകും. എല്ലാ സ്ത്രീകളും ഇങ്ങനെ പറയും, എങ്കിലും ഉൾ മനസ്സിൽ ഒരു ഈഗോ ഉണ്ട്. ഒരു ഫോട്ടോ എടുക്കണമെന്നില്ലേ? പോസ് കാണിക്കേ, അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ മതി. അതല്ല ഫോട്ടോയ്ക്ക് പോസ് കാണിക്കാൻ. ഇന്ന് അരങ്ങേറ്റം ഉണ്ടോ? പിന്നെ ഇങ്ങനെ എന്തുവാ പുതിയ പിള്ളേർക്ക് വേണ്ടത് ഹോട്ട് ആയിട്ടുള്ള ഫോട്ടോ. ഫോട്ടോ അറിഞ്ഞൂടെ? എവിടെ ഈ പെണ്ണുപിള്ള ഞാൻ എന്തോ പറഞ്ഞു മനസ്സിലാവും. നല്ല തലവേദന. അത് തന്നെ ഡോക്ടറിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നു. ക്യാമറയ്ക്ക് സൗണ്ട് ഇല്ല, വാവുണ്ട് ഇട്ടതാ. ആണോ? ഓക്കെയാണ്, അടിപൊളി. ഇനി ഇത് സോഷ്യൽ ഒന്നങ്ങനെ വെച്ചാണ്. ഇപ്പൊ വെച്ചാലോ വെച്ചേ
ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. ഹലോ അത് വെച്ചോണ്ട് പറഞ്ഞേ. വെച്ചോണ്ട് പറ. ഹലോ ഗൈസ്. സോഷ്യൽ മീഡിയ ഇഷ്ടമല്ലാത്ത വീട്ടമ്മേ ഒന്ന് തിരിഞ്ഞേ. 30 ലക്ഷം സബ്സ്ക്രൈബ് ഉള്ള നൈറ്റ് ഏഞ്ചൽ യൂട്യൂബ് ചാനൽ. നിനക്കെങ്ങനെ മനസ്സിലായി? എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്. എല്ലാ വീഡിയോയുടെ താഴെ അക്ക ഉയരെന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ആരാ? അതൊരു ചാർലി കാക്കത്തിന്. എന്റെ ഫേക്ക് ഐഡി. ആ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ഇത്രയും നാൾ ഇരുട്ടത്ത് വീഡിയോ ചെയ്തോണ്ടിരുന്ന ചേച്ചിയെ ഞാൻ നാട്ടെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവല്ലേ. നാട്ടെ ഇനി മുതൽ നൈറ്റ് ഏഞ്ചൽ അല്ല, പിന്നെ ഡേ ഏഞ്ചൽ. ചാർലി അക്ക ഉയര്. ചിരിയോ ചിരി ചിരിയോ ചിരി ചിരിയോ ചിരി ചിരിയോ ചിരി എന്റെ എങ്ങാനും ഫോട്ടോ എടുത്താലോ? നാളെ ഡേ ഏഞ്ചൽ എന്നിട്ട് ഞാൻ അറിയപ്പെടേണ്ടി വരും. ഇതുവരെ ആരും ഫോട്ടോ എടുത്തിട്ടില്ലേ? ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടില്ല. അതിനും വേണം ഒരു യോഗം. അയ്യോ അല്ല അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. കൊള്ളാമല്ലോ. ശരിക്കും എടുത്തിട്ടുണ്ടോ സ്ട്രീറ്റ് ഇല്ല, ഫോട്ടോഗ്രാഫി? ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ആണോ? ആ ഇല്ല, എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് ഒരാൾ എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതാ കുഴപ്പമില്ല, ഞാനിങ്ങനെ അപ്പളി തന്നെ കെട്ടിന്ന അല്ല അല്ലേ. ശരിക്കും ഞാൻ ബോയ്സിനോടാണ് ചോദിക്കാനുള്ള. ബോയ്സ് ഇല്ലെങ്കിലും ചേട്ടനോട് ചോദിക്കാം. അതായത് എന്താ ഇതിന്റെ പിന്നിലുള്ള ശരിക്കുള്ള സൈക്കോളജി? ശരിക്കും നമ്മുടെ അടുത്തുനിന്ന് ഈ ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ വാങ്ങാൻ തന്നെയാണോ? ഒരു കണക്കിന് അതാണ്. അയ്യോ അല്ല, നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, പ്രൊഫഷണൽ ഒരു കണക്കിന് അങ്ങനെയാണ്. നീ- ബാക്കി നീ- പറയട്ടെ. അല്ല, ഇവനെ- ബാക്കി പറയാം. ആ, പറ. ഒരു കണക്കിന് അങ്ങനെയാണ് എന്നാണ് നിങ്ങളുടെ ചിന്ത. പക്ഷെ അങ്ങനെ അല്ല. അയ്യോ, നല്ല കഴിവുള്ള ആൾക്കാരാണ് അത് ഫോട്ടോ എടുക്കുന്നത്. ചുമ്മാ ഒരു സാധനം പറയുന്നതിന് മുന്നേ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. എല്ലാരും കഴിവുള്ള ആൾക്കാരാണ്. എല്ലായിടത്തും ഇതേപോലെ ഫോട്ടോ എടുത്തിട്ട് അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതിന്റെ അകത്ത് ഞാൻ ആദ്യമായിട്ടില്ലേ ഫോട്ടോ എടുക്കാറില്ല. അല്ല യഥാർത്ഥത്തിൽ നല്ല ഈ പറഞ്ഞു കേട്ടെ, നല്ല ഫോട്ടോ എടുക്കാൻ അറിയുന്നവരാ. ഫോട്ടോ എടുക്കുന്നില്ലേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ, അവര് നന്നായി ഫോട്ടോ എടുക്കും. നല്ല കഴിവുള്ള ആൾക്കാരാ. ഇനി ഇതേപോലെ പക്ഷെ നമ്മൾ ഈ പെമ്പിള്ളേരുടെ അടുത്തുനിന്ന് ഈ ഇൻസ്റ്റാഗ്രാം ഐഡി അങ്ങനെ നമ്പർ ചോദിച്ചിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടോ? അത് ഞാൻ അങ്ങോട്ടാ ചോദിക്കേണ്ടത്. അത് വന്ന ചോദിച്ചിട്ട് അടി വാങ്ങിയിട്ടുണ്ടോ? ആരാ? അതല്ലാണ്ട് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഇത് വാങ്ങി- ഞാൻ കിറ്റിന്റെ ബേസിലാണ് ഈ ക്യാമറ കൊണ്ട് നടക്കുന്നത്, അല്ലാതെ എടുക്കാറില്ല. അല്ല, അല്ലാണ്ട് പെമ്പിള്ളേരുടെ അടുത്ത് നമ്പർ ചോദിക്കില്ലേ? ഇല്ലില്ല. സത്യം പറയും ചേച്ചി, നമ്പർ പിന്നെ വള്ളം കണ്ടുകൊട്ടി പോയി. ഞാൻ പറഞ്ഞു വെറുതെ പറയാ, എനിക്ക് മനസ്സിലായി. നേരത്തെ ഇവിടെ വെറുതെ ഞാൻ ചായ കുടിക്കാൻ നിൽക്കണടുത്ത് എന്റെ അടുത്ത് നമ്പർ ചോദിച്ചു. ഞാൻ പിന്നെ ആരോട് കണ്ണു പൊട്ടി പോയി ഇമാതിരി കള്ളം പറഞ്ഞ. സത്യം പറഞ്ഞ നമ്മൾ എപ്പോഴാ കാണുന്നേ? നമ്മൾ ഇവിടെ വെച്ചല്ലേ കാണുന്നേ? എല്ലാം മറന്നല്ലേ? ഇന്നലെ കണ്ടു ഒരു അങ്ങനെയൊക്കെ പറ. അങ്ങനെ ഇന്നലെ കണ്ടു. നമ്പർ ചോദിച്ചില്ല. നമ്പറൊക്കെ ഇത് കേട്ടാൽ അല്ലല്ല, ഇത് കേട്ടാ അവിടെ ഒരാൾ അറ്റാക്ക് വന്ന് വരിക്കും വീട്ടില്. വെറുതെ പറഞ്ഞോ, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ, അപ്പം ഇത് അടിപൊളി സ്കിറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇതേപോലെ അടിപൊളി ഒരു സ്കിറ്റ് കൊണ്ടുവരില്ലേ? എന്നെ ചിരിപ്പിക്കില്ലേ ഇതേപോലെ? കുട്ടുകുടാ ചിരിപ്പിക്കില്ലേ? ഉറപ്പ്. ഓക്കെ. അപ്പൊ പൂജ ഇങ്ങനെ വരുമ്പോ ആരെങ്കിലും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അറിയാണ്ടൊക്കെ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? പക്ഷെ അല്ലാതെ ഇങ്ങനെ വന്ന് ചോദിച്ചു മാന്യമായിട്ടില്ല. അതിനൊരു ഭാഗ്യം വേണം. അല്ല വിഷമിക്കണ്ട, ഞാൻ ഒരെണ്ണം എടുത്തരാം. അവൾ ആങ്ങളമാരൊക്കെ ഉണ്ടാവും, വെറുതെ അടി വാങ്ങണ്ട. ആങ്ങളമാരുണ്ടോ? ആങ്ങളമാരൊന്നുമില്ല, അനിയത്തിമാരുണ്ട്. മതിയല്ലോ, ധാരാളം. അതെന്നോ ബെസ്റ്റ് എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്. അതാ നല്ല 3-4 പോസ് കാണിക്കേ. നല്ല 3-4 അങ്ങോട്ട് കാണിക്കേ. 1 ക്ലിച്ച്ക 2 ക്ലിച്ച്ക 3 ക്ലിച്ച്ക 4 മതി മതി. ഇന്നത്തേക്കുള്ളതായി എടുത്തിട്ടുണ്ട് ഫോട്ടോ. കൊള്ളാം. Thank you so much. ഇനി ഞാൻ ആർക്കും പോസ് ചെയ്യില്ല. ശരി, വേഗം വിട്ടോ. ഓക്കെ, താങ്ക് യു. സോ നമ്മളെ ഇന്നത്തെ എപ്പിസോഡും അതൊരു കിഡിലൻ സ്കിറ്റോട് കൂടി എൻജോയിപ്പിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ ചിരിച്ചിരിച്ച് എൻ്റെയും അതുപോലെ നമ്മുടെ പ്രേക്ഷകരുടെ ആയുസ് കൂടാന്ന് അറിയില്ലേ, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് അടിപൊളി എപ്പിസോഡ്സ് വരുന്നുണ്ട്, അടിപൊളി സ്കിറ്റ് വരുന്നുണ്ട്. So till then, stay tuned. It's me, Pooja Krishna, signing off. Bye-bye. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DJ യുവർ 1 കപ്പ് മാജിക്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും.